ഹായ് ഗൈസ്, നമുക്ക് ഡിപ്ഡ് ഇൻ ഡൂഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കുറച്ച് പോസ്റ്റേഴ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. വളരെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള പോസ്റ്റേഴ്സാണിത്. ഞാനൊരു ഹ്യൂജ് വൺ പീസ് ഫാൻ ആയതുകൊണ്ട് അവരെനിക്ക് വൺ പീസ് പോസ്റ്റേഴ്സാണ് അയച്ചു തന്നിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അടിപൊളി പേജാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിമേസിൻ്റെ ഒക്കെ ഇതേപോലത്തുള്ള പോസ്റ്റേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു പേജിൽ കോൺടാക്ട് ചെയ്താൽ മതി. മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ റിപ്ലൈ തരികയും നിങ്ങൾക്ക് കിഡിലും ക്വാളിറ്റിയുള്ള പോസ്റ്റേഴ്സ് അവർ അയച്ചു തരികയും ചെയ്യും. സോ ഞാൻ നിങ്ങൾക്ക് ആ ഒരു പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കയറിയിട്ട് ആ ഒരു പേജ് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിമയുടെ പോസ്റ്റേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾക്ക് അതിലൂടെ ഓർഡർ ചെയ്യാൻ പറ്റും. വൈസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരിക്കും അവിടെ പോസ്റ്റേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാവുക. അവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റും ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. നിങ്ങൾക്ക് രണ്ടിലൂടെയും അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. Welcome to Jurassic Park. ഹായ് ഗൈസ്, നിങ്ങൾ ഇത്രയും നേരം കണ്ടത് ജുറാസിക് പാർക്കിൻ്റെ കാർട്ടൂൺ അല്ല, ഇത് സാസ്കെ റെഡ്സറിൻ്റെ ആനിമെ അഡാപ്ഷനാണ്. സാസ്കേക്ക് ഒരു സ്പിൻ ഓഫ് പോലത്തെ ഒരു ആനിമെ വരുന്നുണ്ട്, ഒരു മാങ്ക വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും. സോ സാസ്കെ റെഡ്സുഡൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വെറുതെ പറയണമെന്നായിരിക്കരുത്. വണ്ടർഫുൾ. ഇതാണ് സാസ്കെ റെഡ്സുറിൻ്റെ അവസ്ഥ. സംഭവം മാങ്കയൊക്കെ വന്നു, അപ്പോൾ അതിൻ്റെ ഒരു ആനിമെ അഡാപ്റ്റേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം കുറേ പേര് വല്ലാണ്ട് പ്രതീക്ഷിച്ചു പോയി. പക്ഷേ ഇതാണ് സംഭവിച്ചത്. സംഭവം സ്റ്റോറിയും വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല, ആനിമേഷനൊക്കെ പക്കാ മോശം. കാണുന്ന പ്രേക്ഷകർക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇതിലിപ്പോൾ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഗൈസ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം സാസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ നറൂട്ടോ ഷിപ്പുഡനിലൊക്കെ പുള്ളിയുടെ ലെവൽ നമ്മൾ കണ്ടതാണ്. അപ്പം ഇപ്പോൾ ഇത് വന്നിട്ട് ഇതേപോലത്തെ വളരെ വീക്കായിട്ടുള്ള ഒരു മോശം പ്രകടനമാണ് ശരിക്കും ഇതിലിങ്ങനെ കാണുന്നത്. നറൂട്ടോ ഷിപ്പുഡൻ്റെ ക്ലൈമാക്സിൽ നറൂട്ടോ ആയിട്ടൊരു ഗോഡ്ലി ഫൈറ്റ് നടത്തിയ ഒരാളാണ് സാസ്കെ. അതും കട്ടയ്ക്ക് പിടിച്ചു നിന്നു. ഫീൽഡ് ബീസ്റ്റുകളെയും സാസ്കെ പ്ലാനറ്ററി ഡെവസ്റ്റേഷൻ ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാസ്കെ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈവൻ നറൂട്ടോനെ പോലും ബൊറൂട്ടോയിൽ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നതാണ്. സത്യം പറഞ്ഞാൽ ബൊറൂട്ട കാണൽ നിർത്തിയ ഒരാളാണ് ഞാൻ. ഇനി അതിൻ്റെ മെയിനായിട്ടുള്ള എപ്പിസോഡുകൾ വരുമ്പോൾ കാണാം, ഫില്ലർ കാണണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് വലിയൊരു അപ്ഡേറ്റ് വരുന്നത്, സാസ്കെ റെഡ്സുറൻ ആനിമേറ്റ് ചെയ്ത് വരാൻ പോവാണ്, ബൊറൂട്ടോയിലാണ് വരാൻ പോകുന്നത്. അപ്പം അന്നൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം മൊത്തം മൂഞ്ചി പോയ അവസ്ഥയാണ്. നമ്മൾ നറൂട്ടോ ഷിപ്പുഡൻ്റെ അവസാനം നറൂട്ടോൻ്റെ സാസ്കയുടെ കൈ പോയത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സാസ്കെ റെഡ്സുഡനിൽ ഇത് സാസ്കയ്ക്ക് കൈയൊക്കെ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതിന് ഒരു തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷനും ഇല്ല. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ആനിമേഷൻ പോലും ശ്രദ്ധിക്കാണ്ട് ആർക്കോ വേണ്ടി വെറുതെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിന് ഇങ്ങനെ താഴ്ത്തി കിട്ടുന്നത് കാണാൻ നമുക്ക് എന്തായാലും പറ്റില്ല. സോ ഞാൻ എന്തായാലും ബൊറൂട്ടോ ഇത് കാണുന്ന നിർത്തി, ഇനി മെയിൻ ആർക്ക് വരുമ്പോൾ കാണാൻ തുടങ്ങാം. അത്രയ്ക്ക് ബോറാണ് ഈ ഒരു സാസ്കെ റെഡ്സുഡൻ്റെ ആനിമെ അഡാപ്റ്റേഷൻ. ഇതിനെക്കാട്ടും നല്ലത് ഇവർ ചെയ്യാണ്ടിരിക്കുന്നതായിരുന്നു. എങ്ങനെയുണ്ട്? പാകത്തിന് പാകത്തിന്. സോ ഗൈസ്, ഇതാണ് സാസ്കെ റെഡ്സുഡൻ്റെ ആനിമെ അഡാപ്റ്റേഷൻ കണ്ട സാസ്കെ ഫാൻസിൻ്റെയും നറൂട്ടോ ഫാൻസിൻ്റെയും നറൂട്ടോ കമ്മ്യൂണിറ്റീൻ്റെയും എല്ലാവരുടെയും അവസ്ഥ. സോ ഗൈസ്, നിങ്ങൾ ഈ ബൊറൂട്ടോ സാസ്കയുടെ ഈ ഒരു ആനിമെ അഡാപ്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്ക് തോന്നിയതല്ല, ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഹോളിവുഡ് കോർണർ സൈനിങ് ഓഫ്.